Exercise 5.3 question number 9. If the sum of first 7 terms of an arithmetic progression is 49, that of 17 terms is 289. Find the sum of first n terms of the arithmetic progression. ഇവിടെ രണ്ട് കണ്ടീഷനിലുള്ള രണ്ട് സമ്മിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സം ഓഫ് 7 ടേംസ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ദ arithmetic progression is 49. അതിന് നമുക്ക് S7 എന്ന് എഴുതാം, which is 49. S7 is equal to 7 by 2 into 2a plus n minus 1 into d, which is 49. Simplify ചെയ്താൽ 7 by 2 into 2a plus 7 by 2 into n ന്റെ വാല്യൂ 7 minus 1 into d, which is 49. 7 by 2 ലെ 2 and 2a ലെ 2 cancel ചെയ്താൽ 7a plus 7 by 2 into 7 minus 1, which is 6, d is equal to 49. 7a plus 2 and 6. ഇവിടെ നമുക്ക് 3 എന്ന് എഴുതാം. 7 into 3, which is 21, d is equal to 49. മൂന്ന് ടേമുകളും 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫൈനലി a plus 3d is equal to 7 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് കണ്ടീഷൻ, ദാറ്റ് ഓഫ് 17 ടേംസ് ഈസ് 289. അതിനെ നമുക്ക് S17 എന്ന് എഴുതാം. 17 by 2 into 2a plus n minus 1 into d, which is 289. 17 by 2 into 2a plus 17 by 2 into 16d is equal to 289. 2 cancel ചെയ്യാം. ഇവിടെ 2 ഉം 16 8 എഴുതാം. 17a plus 17 into 8d is equal to 289. മൂന്ന് ടേമുകളും 17ന്റെ മൾട്ടിപ്പിൾസ് ആണ്. മൂന്നിനെയും 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 17 cancel, left with a plus 8d is equal to 17. 17 into 17 ആണ് 289. ഇതിനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്ത് a എലിമിനേറ്റ് ചെയ്യാം. a plus 3d is equal to 7. Equation number 2 minus 1 is equal to a minus a. A is eliminated. 8 minus 3, which is 5d is equal to 10. Then d is equal to 10 divided by 5, which is 2. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് 2 എന്ന് കിട്ടി. ഇനി ഈ d യുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലോ 2ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് a യുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയത്, കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഈസ് 2. അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് d ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1, a പ്ലസ് 3d, 3 into 2 is equal to 7, a plus 6 is equal to 7, a is equal to 7 minus 6, which is 1. First term of the arithmetic progression is 1 and the common difference is 2. Question ഇതാണ്, sum of first n terms. അപ്പോൾ നമുക്ക് Sn എഴുതാം. Equation n by 2 into 2a plus n minus 1 into d is equal to n by 2 into 2 into a, first term 1 plus n minus 1 into common difference is 2 is equal to n by 2, 2 into 1, which is 2 plus 2 into n, 2n minus 2 is equal to n by 2 plus 2 minus 2, which is 0 into, left with 2n, 2 cancel, left with n into n, which is n square. Finally, sum of n terms of the arithmetic progression is n square എന്ന ആൻസർ കിട്ടും. 10th question, show that a1, a2, a3 up to an form an arithmetic progression where an is defined as below, and also find the sum of 15 terms in each case. അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, an is equal to 3 plus 4n. ഇവിടെ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ nth ടേം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് തന്നിരിക്കുന്നത്. അതിൽ a-ൽ a1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ a1 എന്ന് അസ്യൂം ചെയ്താൽ ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും നമുക്ക് റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ 3 plus 4 into n ന്റെ വാല്യൂ 1 is equal to 3 plus 4, which is 7. ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഈസ് 7. നെക്സ്റ്റ് നമുക്ക് a2 എന്ന് കൺസിഡർ ചെയ്താൽ a2 ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഈ ആൽജിബ്രായിക് എക്സ്പ്രഷനിൽ n ന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 plus 4 into 2 is equal to 3 plus 8, which is 11. Second term of the arithmetic progression is 11.
and a3 which is the third term of the arithmetic progression. 3 plus 4 into 3 is equal to 3 plus 12 which is 15. അപ്പോ ഇവിടെ കിട്ടിയ ഫസ്റ്റ് 3 ടേംസിനെ നമുക്കൊന്ന് എടുത്തെഴുതാം. എ പി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് ഈക്വൽ ടു 7, 11, 15. ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്നാണ് ആദ്യമുള്ള ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദിസ് ഫോം ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 11 minus 7 which is 4 and again common difference 15 minus 11 which is 4. In both the cases common difference is same 4. Therefore this form an arithmetic progression. അങ്ങനെയാണെങ്കിൽ 15 ടേംസിന്റെ സം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നമുക്ക് എഴുതാം S15 is equal to 15 divided by 2 into 2 into first term of the arithmetic progression which is 7 plus 15 minus 1 into common difference is 4. Simplify ചെയ്യാം. 15 divided by 2 2 into 7 which is 14 plus 14 into 4 is equal to 15 divided by 2 into 14 plus 56 is equal to 15 by 2 into രണ്ടും കൂടി ആഡ് ചെയ്യാം 70 72 ഡിവൈഡ് ചെയ്താൽ 35 ലെഫ്റ്റ് വിത്ത് 15 into 35 which is 525. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എടുത്തെഴുതാം. S15 is equal to 525. 10th ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ an is equal to 9 minus 5n. ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ ആണ് നേരത്തെ ചെയ്ത് അതേപോലെ നമുക്ക് ഫോളോ ചെയ്യാം. a1 is equal to 9 minus 5 into 1 which is 9 minus 5 4. First term of the arithmetic progression is 4. Then second term a2 is equal to 9 minus 5 into 2 is equal to 9 minus 10 which is minus 1. Second term is minus 1. And the third term is 9 minus 5 into 3 which is 9 minus 15 is equal to minus 6. അങ്ങനെയാണെങ്കിൽ ടേംസ് ഒന്ന് എടുത്തെഴുതാം. arithmetic progression is equal to 4 minus 1 minus 6. ഇനി നമുക്ക് ഇതൊരു arithmetic progression ആണോ എന്ന് ചെക്ക് ചെയ്യാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. d is equal to minus 1 minus 4 which is minus 5. Again d minus 6 minus minus 1 is equal to minus 6 plus 1 which is minus 5. In both the cases common difference is same minus 5. Therefore this form an arithmetic progression. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ 15 ടേമിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ S15 is equal to 15 divided by 2 into first term of the arithmetic progression which is 4 plus 15 minus 1 into common difference minus 5. Simplify ചെയ്യാം. 15 divided by 2 into 4 into 2 which is 8 plus 14 into minus 5 is equal to 15 by 2 into 8 plus into minus minus ആണ് 14 into 5 which is 70 is equal to 15 divided by 2 into minus plus answer is minus 62. രണ്ടും കൂടി ക്യാൻസൽ ചെയ്താൽ 31 is equal to 15 into minus 31 which is minus 465. Finally answer is sum of 15 terms of the arithmetic progression is minus 465. 11th question. If the sum of the n terms of an arithmetic progression is 4n minus n square, what is the first term? What is the sum of first two terms? What is the second term? Similarly find the third term, the 10th and nth term. ഇവിടെ 3-4 ക്വസ്റ്റ്യൻസ് ഒന്നിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് n ടേംസ് ഈസ് 4n minus n square. അതായത് Sn സമ്മിന്റെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ആണ് 4n minus n square. ഈ ക്വസ്റ്റ്യനിലെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കൺസിഡർ ചെയ്യുന്നു 4, 8, 12. ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടൈമിന്റെ സമ്മ് അല്ലെങ്കിൽ S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇറ്റ്സെൽഫ് ഈസ് ദ സം ഓഫ് S1. S2 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ടു ടൈംസ്. അപ്പോ 4 plus 8 which is 12. S3 is the sum of first three times which is 4 plus 8 plus 12 which is 24. So S1 is 4, S2 is 12,
S3 is 24. അപ്പോ S1, S2, S3 എന്ന് പറഞ്ഞാൽ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദ ഫസ്റ്റ് ടൈം ഓൺലി. S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടൈം. S3 സം ഓഫ് ഫസ്റ്റ് 3 ടൈംസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഞാൻ S1 എന്ന് സമ്മിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷനിൽ അസ്യൂം ചെയ്താൽ ഈ ഇക്വേഷൻ 4 into 1 minus 1 square എന്നായി മാറും. അപ്പൊ 4 minus 1 which is 3. സം ഓഫ് 1 ടൈം ആണ് which is ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പൊ ഇതിനെ S1 എന്ന് നമുക്ക് എഴുതാം which is the first term because S1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ടൈമിന്റെ സമ്മ് മാത്രമാണ്, അതായത് ഫസ്റ്റ് ടൈം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഈസ് 3. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് SN ആൽജിബ്രായിക് എക്സ്പ്രഷനിൽ S2 കൺസിഡർ ചെയ്താൽ 4 into 2 minus 2 square is equal to 8 minus 4 which is 4. S2 ആണ് 4. S2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ടൈം ആൻഡ് സെക്കൻഡ് ടൈം ആണ് 4. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിച്ചു which is 3. അങ്ങനെയാണെങ്കിൽ 3 plus A2 ആണ് 4. അപ്പോ A2 അല്ലെങ്കിൽ സെക്കൻഡ് ടൈം is equal to 4 minus 3 which is 1. അപ്പൊ ഫസ്റ്റ് ടൈം 3 ആണ്, സെക്കൻഡ് ടൈം ഈസ് 1. അപ്പൊ ഇവിടെ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 2 ടൈംസ് എന്നതിന്റെ ആൻസർ കൂടി എഴുതിയിട്ടുണ്ട്. S2 is equal to 4. ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് ടൈം which is 1. സിമിലർലി ഫൈൻഡ് ദ തേർഡ് ടൈം. അപ്പൊ തേർഡ് ടൈം നമുക്ക് ഇനി കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ എഴുതി which is 3. സെക്കൻഡ് ടൈം നമുക്കറിയാം which is 1. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. A2 minus A which is 1 minus 3 is equal to minus 2. അപ്പൊ നമുക്ക് തേർഡ് ടൈം കണ്ടുപിടിക്കാൻ A3 is equal to A2 plus common difference which is A2 is 1 plus common difference is minus 2. Answer is minus 1. അപ്പൊ A3 തേർഡ് ടൈം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ is minus 1. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th ടൈം എന്താണെന്നാണ്. അപ്പൊ A10 is equal to A plus 9D is equal to ഫസ്റ്റ് ടൈം 3 plus 9 into common difference is minus 2 is equal to 3 plus minus 18 is equal to minus 15. അപ്പൊ 10th term of the arithmetic progression is minus 15. Finally, question nth term of the arithmetic progression. അങ്ങനെയാണെങ്കിൽ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആണ് nth term എന്ന് പറയുന്നത് which is an is equal to a plus n minus 1 into d is equal to first term is 3 plus n minus 1 into common difference is minus 2 is equal to 3 plus minus 2 into n which is minus 2n minus 1 into minus plus 2 is equal to 3 plus 2 which is 5 plus into minus minus 2n. അങ്ങനെയാണെങ്കിൽ an അല്ലെങ്കിൽ ആൽജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ nth term of the arithmetic progression is 5 minus 2n. 12th question, find the sum of the first 40 positive integers divisible by 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് 40 പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ സം എത്രയാണ്? അപ്പോ ഡിവിസിബിൾ ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് 6 ആയി കൺസിഡർ ചെയ്യാം. മാത്രവുമല്ല ആദ്യത്തെ ഫസ്റ്റ് 40 പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 6. അങ്ങനെയാണെങ്കിൽ ആ നമ്പറുകൾ 6, 12, 18 ഇതെല്ലാം 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 6ന്റെ ടേബിളിൽ വരുന്ന നമ്പറുകളാണ് ഇതെല്ലാം. ഇവിടെ സ്റ്റാർട്ടിംഗ് ഫ്രം 6 onwards all the numbers are multiples of 6 which is divisible by 6. രണ്ടും സെയിം തന്നെയാണ്, മൾട്ടിപ്പിൾ ഓഫ് 6 ആൻഡ് ഡിവിസിബിൾ ബൈ 6. സ്റ്റാർട്ട് ചെയ്യുന്നത് 6ലാണ് ബിക്കോസ് ദ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 6 is 6 ആൻഡ് 40 പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് ഇന്റിജേഴ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 6 സ്റ്റാർട്ട് ചെയ്യുന്നത് 6ൽ തന്നെയാണ്. ഇങ്ങനെ എഴുതി പോയാൽ 40 നമ്പറിന്റെ അപ് ടു 40 നമ്പർ ടോട്ടൽ സം എത്ര? അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെയുള്ള ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് 6നെ കൺസിഡർ ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ഈസ് 40. 40 നമ്പറിന്റെയാണ് സം കണ്ടുപിടിക്കേണ്ടത്. കോമൺ ഡിഫറൻസ് എഴുതി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ yes 40 is equal to n by 2 into 2a plus n minus 1 into d എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. 40 divided by 2 into 2 into first term of the arithmetic progression is 6 plus 40 minus 1 into 6 is equal to 40 by 2 which is 20, 2 into 6 which is 12 plus 39 into 6 is equal to 20 into 12 plus രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം 234 is equal to 20 into രണ്ടും കൂടി ആഡ് ചെയ്താൽ 246. Multiply ചെയ്താൽ ആൻസർ ഈസ് 4920. ഫൈനലി
ഫസ്റ്റ് 40 പോസിറ്റീവ് ഇന്റിജേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 6ന്റെ ടോട്ടൽ സം ആണ് 4920. 13th question, find the sum of first 15 multiples of 8. First 15 multiples of 8 ആണ്. 8ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 8 ആണ്, നെക്സ്റ്റ് മൾട്ടിപ്പിൾ 16, തേർഡ് മൾട്ടിപ്പിൾ is 24. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുന്ന 8ന്റെ മൾട്ടിപ്പിൾസിലെ ഫസ്റ്റ് 15 നമ്പറിന്റെ സം എത്ര? ഇതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഈ ഒരു കേസിൽ നമുക്ക് കോമൺ ഡിഫറൻസ് 8 ആയിട്ട് എഴുതാം. ബിക്കോസ് മൾട്ടിപ്പിൾ ഓഫ് 8 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 8 എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ ആ നമ്പറിനെയാണ് കോമൺ ഡിഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് മാത്രവുമല്ല 8ന്റെ മൾട്ടിപ്പിൾസ് ആണ് 8, 16. ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസും 8 തന്നെയാണ്. n അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ഹൂസ് സം ഈസ് ടു ബി ഫൈൻഡ് ഔട്ട് ഈസ് n is equal to 15. ഫസ്റ്റ് ടൈം ഈസ് 8. അങ്ങനെയാണെങ്കിൽ സം കണ്ടുപിടിക്കാം. s 15 is equal to 15 divided by 2 into 2 into first time 8 plus 15 minus 1 into d common difference 8 is equal to 15 divided by 2 into 16 plus 14 into 8 is equal to 15 by 2 into 16 plus 14 into 8 which is 112 is equal to 15 by 2 into രണ്ടും കൂടി ആഡ് ചെയ്താൽ 128. 128 2 കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് 64. ഫൈനലി 15 into 64. ആൻസർ എടുത്തെഴുതാം. S 15 is equal to 960. Final answer is sum of first 15 multiples of 8 is 960. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.